പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കണ്ണൂർ ജില്ലയിൽ ഒരു 58 വേക്കൻസി ഉണ്ടെങ്കിൽ ആർക്കെല്ലാം ജോലി കിട്ടും എന്ന് നമുക്ക് നോക്കാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. കണ്ണൂർ ജില്ലയിലെ LGS 2025 നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് 648 പേരാണ്. സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 661 പേരാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. DA കാറ്റഗറിയിൽ 35 പേര്. അങ്ങനെ 1344 പേരാണ് ആകെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. പഴയ ലിസ്റ്റിൽ 33 OCയിലാണ് റൊട്ടേഷൻ എൻഡ് ചെയ്ത് നിൽക്കുന്നത്. ഇനി പുതിയതായിട്ട് തുടങ്ങുന്നത് 35 OCയിലാണ്. 34 TPO ആയിട്ട് മാറ്റപ്പെടും. കഴിഞ്ഞ ലിസ്റ്റിൽ 6 TPO ഉണ്ട്. EBT, മുസ്ലിം, ധീവര, വിശ്വകർമ്മ, LC, SC അങ്ങനെ 6 TPOകളാണ്. DA പെൻഡിങ് 6 ഉണ്ട്. അപ്പോൾ ഈ 6 TPOയും 6 DA പെൻഡിങ്ങും എടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് റൊട്ടേഷൻ തുടങ്ങുന്നത്. DA പെൻഡിങ്ങിൽ നിതീഷ് B 73ാം റാങ്കുകാരനാണ്. അടുത്തത് ഷംസീർ P DA കാറ്റഗറിയിൽ 1ാം റാങ്കുകാരൻ. നിഷ V 2ാമത്തത്. സിബി ജോൺ 3ാമത്തത്. റിയാസ് KV 4ാമത്തത്. വൈഷ്ണവ് PK 5ാമത്തത്. അങ്ങനെ 6 പേരാണ് DA പെൻഡിങ് വഴി കയറിയിരിക്കുന്നത്. അടുത്തത് TPO 6 പേര്. ഷിജിൽ K തീയായാണ്. EBTയിൽ പെട്ട ആളാണ്. ഫസ്റ്റ് റാങ്കുകാരനാണ്. അടുത്തത് റഷീദ M മുസ്ലിം മാപ്പിള വിഭാഗത്തിൽപ്പെട്ടത് 7ാം റാങ്കുകാരി. അടുത്തത് മിഥുൻ ബാബു PA ധീവര വിഭാഗത്തിൽപ്പെട്ടത് 59ാമത്തെ റാങ്കുകാരനാണ്. അടുത്തത് ഹർഷിത VV വിശ്വകർമ്മ 22ാം റാങ്ക്. അർണോൾഡ് J കരുവാലി അത് LC ആണ്. 127ാമത്തെ റാങ്കാണ്. പ്രണവ് N SC ആണ്. 3ാമത്തെ റാങ്കാണ്. അങ്ങനെ 6 TPOകളും എടുത്ത് ഇനി അടുത്തത് റൊട്ടേഷൻ ചാർട്ടിൽ തുടങ്ങുന്നത് 35ാമതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇനി 35ാമത്തത് OCയിൽ നിന്ന് കയറുന്നത് അജിത് K 2ാം റാങ്കുകാരനാണ്. 36ാമത്തത് മുസ്ലിം ഫൈസ KP 12ാം റാങ്ക്. 37ാമത്തത് ഓപ്പൺ കോമ്പറ്റീഷൻ മിനിഷ PV 4ാം റാങ്ക്. 38ാമത്തത് SIUCN ആര്യ B ഷാൻ 236ാമത്തെ റാങ്കുകാരിയാണ്. ആ റാങ്കൊന്ന് ശ്രദ്ധിച്ച് 236ാമത്തെ റാങ്കുകാരിയാണ് ഇപ്പോൾ കയറിയിരിക്കുന്നത്. ഇനി 39ാമത്തത് EWS സുർജിത്ത് PV 17ാം റാങ്ക്. 40ാമത്തെ റൊട്ടേഷൻ OBC ആണ്. വിനോദ് PV 6ാം റാങ്ക്. 41ാമത്തെ റൊട്ടേഷൻ OC വിജിഷ K 2ാം റാങ്ക് 5ാം റാങ്ക്. തീയാണ് OC ആയിട്ട് കയറിപ്പോയിരിക്കുന്നത്. 42ാമത്തത് EBT ശരണ്യ V 8ാം റാങ്ക്. 43ാമത്തെ റൊട്ടേഷൻ OC ആണ്. ശരൺ പ്രസാദ് AK 9ാം റാങ്ക്. 44ാമത്തത് ST അഭിനവ് രാമകൃഷ്ണൻ 24ാമത്തെ റാങ്ക്. അങ്ങനെ 10 ഒഴിവിൻ്റെ ഒരു യൂണിറ്റാണ് ഇപ്പോൾ തീർന്നത്. അപ്പോൾ 10 ഒഴിവിൻ്റെ ഒരു യൂണിറ്റിൽ 4 OC ഉണ്ട്, 5 BC ഉണ്ട്, ഒരു EWS ഉണ്ട്. അങ്ങനെ 10 ഒഴിവുകൾ. പക്ഷേ ഞാൻ മുൻ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് OCനേക്കാളും കൂടുതൽ BC വരാൻ പാടില്ല. അപ്പോൾ ഇവിടെ BC 5 ഉണ്ട്, OC 4 ഉള്ളൂ. അപ്പോൾ അത് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു BCയെ എടുത്ത് TPO ആക്കി മാറ്റി വയ്ക്കും. അപ്പോൾ OC 4, BC 4, EWS 1 അങ്ങനെ ഒരു യൂണിറ്റ് കഴിഞ്ഞ്. ഇനി അടുത്ത യൂണിറ്റ് 45ാമത്തെ OC ജിതിൻ രാജ് K 10ാം റാങ്ക്. തീയാണ് OC ആയിട്ട് കയറിപ്പോയിരിക്കുന്നത്. അടുത്തത് മുസ്ലിം 46ാമത്തെ ടേണാണ്. അജ്മൽ M 34ാം റാങ്ക്. 47ാമത്തെ ടേൺ OC ആണ്. അനുഗ്രഹ് ബാബു P 11ാം റാങ്ക്. തീയാണ് OC ആയിട്ട് കയറിപ്പോയിരിക്കുന്നത്. 48ാമത്തത് SCCC ജീന P ജോസഫ് 40ാം റാങ്കാണ്. 49ാമത്തെ ടേൺ EWS ശാരിക M 20ാം റാങ്ക്. 50ാമത്തെ ടേൺ OBC വിജിത C 19ാമത്തെ റാങ്ക്.
51ാമത്തത് OC ആണ്. ശശീന്ദ്രൻ MK 13ാം റാങ്ക്. അത് OC തന്നെയാണ്. അടുത്തത് 52ാമത്തത് SC ആണ്. വിമൽ PV 30ാം റാങ്ക്. അടുത്തത് OC സൗമ്യ PS ഈഴവയാണ്. OC ആയിട്ട് കയറിപ്പോയേക്കുന്നത് 14ാം റാങ്ക്. 54ാമത്തെ ടേൺ EBT ജിഷ്ണു C 15ാം റാങ്ക്. അങ്ങനെ 10 ഒഴിവിൻ്റെ അടുത്ത ടേണും കഴിഞ്ഞു. അടുത്തൊരു യൂണിറ്റ് കഴിഞ്ഞു. ഇതിലും ഉണ്ട് 4 OC, 5 BC, ഒരു EWS. അപ്പോൾ അറേഞ്ച്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു BC എടുത്ത് TPOയ്ക്ക് മാറ്റിയിട്ട് BCക്കും OCയും തുല്യമാക്കി മാറ്റി. അപ്പോൾ അവിടെയും ഒരു TPO വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ റാങ്ക് ക്രമത്തിൽ വരുമ്പോൾ 2 TPO പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അടുത്ത 10 ഒഴിവിൻ്റെ അടുത്ത യൂണിറ്റ് നമുക്ക് നോക്കാം. 55ാമത്തെ റൊട്ടേഷൻ OC ആണ്. സച്ചിൻ PP തീയയാണ് OC ആയിട്ട് കയറിപ്പോണത് 16ാം റാങ്ക്. 56ാമത്തത് മുസ്ലിം ഇസ്മത്ത് TP 35ാമത്തെ റാങ്ക്. 57ാമത്തെ OC രഞ്ജിത്ത് K തീയയാണ് OC ആയിട്ട് കയറിപ്പോണത് 18ാം റാങ്ക്. 58ാമത്തെ EBT അക്ഷയ് P 21ാം റാങ്ക്. 59ാമത്തത് EWS രാഹുൽ CV 28ാമത്തെ റാങ്ക്. 60ാമത്തത് HN ഹിന്ദു നാടാര് നന്ദുലാൽ RS 205ാമത്തെ റാങ്ക്. 61ാമത്തെ OC ജിഷ്ണു CK അതും തീയാണ് OC ആയിട്ട് കയറിപ്പോണ 15ാം റാങ്ക്. 62ാമത്തത് SCCC നീതു OS അത് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 1ാം റാങ്കുകാരിയാണ്. 63ാമത്തത് OC പ്രത്യൂഷ് K 25ാം റാങ്ക്. അത് TAയാണ് OC ആയിട്ട് കയറിപ്പോയത്. 64ാമത്തെ SC സഞ്ജിത്ത് M 43ാം റാങ്ക്. അപ്പോൾ 10 ഒഴിവിൻ്റെ ഒരു യൂണിറ്റ് ഇപ്പോൾ കഴിഞ്ഞു. അതിലും ഈ പറഞ്ഞ പോലെ തന്നെ OC BC തുല്യമാക്കി വരുമ്പോൾ ഒരു TPO ഇവിടെയും വന്നിട്ടുണ്ട്. അടുത്തത് 65ാമത്തെ ടേൺ OC ശ്രീരംഗ് TV അത് OBC ആണ് OC ആയിട്ട് കയറിപ്പോണ് 26ാമത്തെ റാങ്ക്. 66ാമത്തത് മുസ്ലിം അജ്മൽ M 34ാം റാങ്ക്. 67ാമത്തത് OC അതുൽ K 27ാം റാങ്ക്. അതും തീയയാണ് OC ആയിട്ട് കയറിപ്പോണത്. അടുത്തത് 68ാമത്തെ ടേണാണ് LC ആണ്. സുകന്യ KF 237ാമത്തെ റാങ്കാണ്. 69ാമത്തത് EWS സുധീഷ് K 38ാം റാങ്ക്. 70ാമത്തെ OBC ബിബിൻ EK 31ാം റാങ്ക്. 71ാമത്തത് OC അതുല്യ തീയയാണ് OC ആയിട്ട് കയറിപ്പോണത്. അതുല്യ ചന്ദ്രനാണ് 29ാം റാങ്ക്. 72ാമത്തെ SC ചിപ്പി സജികുമാർ 87ാമത്തെ റാങ്ക്. 73ാമത്തത് OC ആണ് സജീന T അതും തീയയാണ് 32ാം റാങ്ക്. 74ാമത്തെ EBT വിമിഷ K 33ാമത്തെ റാങ്ക്. അപ്പോൾ അടുത്ത ഒരു യൂണിറ്റാണ് ഇപ്പോൾ കയറിപ്പോയത്. അപ്പോൾ ഇതിലും BC OC തുല്യമാക്കി വരുമ്പോൾ ഒരു TPO ഇവിടെയും വന്നിട്ടുണ്ട് പെൻഡിങ്. ഇനി അടുത്തത് 75ാമത്തെ ടേണാണ് OC രചന PV 37ാം റാങ്ക്. 76ാമത്തത് മുസ്ലിം ഇസ്മത്ത് TP 35ാം റാങ്ക്. 77ാമത്തെ OC ആണ് രശ്മി SK 38ാം റാങ്ക്. EWS ആണ് OC ആയിട്ട് കയറിപ്പോയേക്കണത്. 78ാമത്തെ EBT ശ്രീഷ്മ N 42ാം റാങ്ക്. 79ാമത്തെ EWS സുഷ KS 58ാം റാങ്ക്. 80ാമത്തത് SIUCN ജിത്തു S 285ാം റാങ്ക്. അപ്പോൾ ഇതോടെ 58 ഒഴിവുകളുടെ റൊട്ടേഷൻ ഡെമോ ചാർട്ടാണ് ഇവിടെ ഇപ്പോൾ തീർന്നത്. ഞാൻ മുൻ വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ ഇത് ഒരു 85% ആക്യുറസി ഉള്ള ഒരു ഡെമോ ചാർട്ടാണ്. ശരിക്കും അതിൻ്റെ അഡ്വൈസൊക്കെ വരുമ്പോൾ ഞാനിത് കമ്പയർ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ വളരെ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഇതിൽ വരാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു 85% നിങ്ങൾക്ക് ഈ ഡെമോ ചാർട്ടിനെ വിശ്വസിക്കാം.
പിന്നെ അവർ റൊട്ടേഷൻ ചാർട്ട് ഉണ്ടാക്കുമ്പോൾ ചെറിയ ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാകും. അത് ചിലപ്പോൾ വല്ല റേഷ്യോ തുല്യമാക്കാനോ അല്ലെങ്കിൽ വയസ്സിൻ്റെ പ്രയോറിറ്റി നോക്കിയോ അങ്ങനെയൊക്കെ ചെറിയൊരു വ്യത്യാസങ്ങൾ വരുത്താറുണ്ട്. അപ്പോൾ അത് റൊട്ടേഷൻ ചാർട്ട് ഉണ്ടാക്കുന്ന ആൾക്കാരുടെ ഒരു മനോഭാവം പോലെ ഇരിക്കും. അതല്ലാതെ വേറെ ഒരു വ്യത്യാസവും ഇതിൽ വരാൻ വഴിയില്ല. അപ്പോൾ ഈ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ അഡ്വൈസിന് വേണ്ടുന്ന എല്ലാ സർട്ടിഫിക്കറ്റുകളും ഒരുക്കി നേരത്തെ വയ്ക്കാനായിട്ട് ഓർക്കണം. കാരണം കുറച്ച് സർട്ടിഫിക്കറ്റുകളൊക്കെ ആവശ്യമുണ്ട്. ഈ സർട്ടിഫിക്കറ്റുകളുടെ ഒരു വീഡിയോ ഞാൻ മുൻപ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ മറ്റൊരു ഡെമോ ചാർട്ടുമായിട്ട് ഞാൻ വേഗം തന്നെ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.